നല്ല ടെൻഷനാണ്. രാവിലെ തന്നെ അവര് തുടങ്ങിയിട്ടുണ്ട്, ദൗത്യസംഘം സ്ഥലത്തുണ്ട്. അപ്പൊ പുലിയെ പിടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും പ്രത്യേകിച്ച്. ചെറിയ സങ്കടമുണ്ടോ ഉള്ളില്? പുലിയെ പിടിക്കാത്തതിലല്ല, ലോട്ടറി കിട്ടാത്തത്. ലോട്ടറി എടുത്തില്ല, പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നേ, കഴിഞ്ഞ ഓണം ബമ്പറിന്റെ സമയത്ത് ആലോചിക്കുക, ഒരു ലോട്ടറി എടുത്താലോ. ഇപ്പൊ ഇന്നലെ അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ലോട്ടറി എന്നുള്ള ഒരു ആശയത്തോട് വലിയൊരു യോജിപ്പ് എനിക്കില്ല. പക്ഷെ കഴിഞ്ഞ ഓണം ബമ്പറിന് ഇങ്ങനെ ആളുകൾ അത് ആഘോഷിക്കുന്നതും ഇത്രയും വലിയൊരു തുക എന്നൊക്കെ ആലോചിച്ചപ്പോ ഞാനിങ്ങനെ വേണോ, എടുത്തില്ലേ? അനന്തകൃഷ്ണന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അയ്യോ ഇല്ല. 60,000 പാലക്കാട് അടക്കം ഉണ്ടായിരുന്നു കേട്ടോ, കുറെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇല്ലാത്ത ജില്ലയില്ല എന്നുള്ള അവസ്ഥയാണ്. നമ്മളൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് കേട്ടോ, പ്രൊമോട്ടർമാരായിരുന്നു എന്നാണ്. പാവങ്ങൾ മനുഷ്യരാണ്, അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അത് ഏറ്റവും കൂടുതൽ തട്ടിക്കപ്പെട്ടത് പാവങ്ങളാണ് ഡോക്ടർ. കറക്റ്റാണ്. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ കുടുംബശ്രീയിൽപ്പെട്ട ബ്ലോക്കിലെ പ്രൊമോട്ടർമാർ വളരെ സാധാരണക്കാരായിട്ട് മനുഷ്യർ, അവർ പോയി അറിയാതെ തലവെച്ചു കൊടുത്തു. അതുപോലെ അവർ പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിക്കുകയാണല്ലോ. ഇപ്പൊ എന്റെയൊക്കെ വീട്ടുകളിൽ നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുന്നു, പകുതി വിലയ്ക്ക് വാഷിംഗ് മെഷീൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ വീട്ടിലൊക്കെ അതൊരു ചർച്ചയാവും. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ആൾക്കാർ ആരാന്നറിയോ? ആശാവർക്കർമാരെ. അതെ, നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന നമ്മൾ കാണുന്ന മുഖങ്ങളാണ്. അവര് വന്നൊരു കാര്യം പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. അതെ.